ദർശനത്തിൻ്റെ ഫലങ്ങൾ എബ്രായർ 11:14 മുതൽ നമുക്ക് വായിക്കാം. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. അവർ വിട്ടുപോന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നു. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നു. ഇവിടെ ഈ ദർശനത്തിൻ്റെ വിഷൻ, ദ റിസൾട്ട് ഓഫ് ദ വിഷൻ നോക്കൂ. ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമാണെന്ന് പറയുന്നത് ദർശനമുള്ളവരാണ്. അങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതായത് ഇത് അന്യദേശമാണെങ്കിൽ അത് പിതൃദേശമല്ലേ? അല്ലേ? ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്നവർ 50 കൊല്ലം ജോലി ചെയ്താലും അവരുടെ മനസ്സിൽ പിതൃദേശം കിടക്കുക. അത് കോഴഞ്ചേരി, കോട്ടയം, കൊല്ലം, സുൽത്താൻ ബത്തേരി, കോഴിക്കോട്, ഇടുക്കി, ഇതൊക്കെയാണ്. ഒരു ദേശം സ്വന്തം ദേശമല്ലെന്ന് പറയുന്നവർ മറ്റൊരു ദേശം സ്വന്തം ദേശമായി കാണുന്നു. അതല്ലേ തിരുവെഴുത്ത് പറയുന്നു? ഇങ്ങനെ പറയുന്നവർ, എങ്ങനെ പറയുന്നവർ? ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും ഏറ്റു പറയുന്നവർ. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. ഒരു പിതൃദേശം. സ്തോത്രം. ഒരു പാട്ടുണ്ട്, നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ, നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനലോകത്തിലെ. സ്തോത്രം. അപ്പോ പിതൃദേശം അന്വേഷിക്കുന്നവരാണ് ദർശനമുള്ളവർ എന്ന് പറഞ്ഞാൽ അവരുടെ പിതൃദേശം ഈ ഭൂമി അല്ലെന്ന് അവർ പ്രഖ്യാപിക്കുന്നു. രണ്ടാമത്, അവർ വിട്ടുപോന്നതിനെ ഓർക്കാത്തവരാണ്. ദർശനത്തിന് വേണ്ടി അവർ ചിലതെല്ലാം വിട്ടവരാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ, ഓട്ട മത്സരത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കുന്ന വ്യക്തികൾ ചിലതെല്ലാം ഉപേക്ഷിക്കുന്നു. ഭക്ഷണ നിയന്ത്രണം, ജീവിത നിയന്ത്രണം ഒക്കെ പാലിക്കുന്നു. വിട്ടുകളയാതെ നേട്ടമില്ല. അതെപ്പോഴും ഓർക്കണം. കണ്ണിക്കണ്ടതെല്ലാം വാരി വലിച്ച് തിന്നും. കണ്ണിക്കണ്ടവരോടെല്ലാം ലെവലില്ലാതെ കൂട്ടുകെട്ടുണ്ടാക്കി നടന്നാൽ ഒരിടത്തും എത്തുകയില്ല. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തിട്ടില്ല. അവർ വിട്ടു, അത് പിന്നെ തിരികെ നോക്കിയിട്ടില്ല. ദർശനമുള്ളവർ. പിന്നെ അവർ കമ്പാരിസൺ ചെയ്തു എന്ന് പറഞ്ഞാൽ താരതമ്യം ചെയ്തു. അവർ അധികം നല്ലതിനെ കാംക്ഷിച്ചു. അധികം നല്ലത് എന്ന വാക്ക് വരുമ്പോൾ നല്ലതുണ്ട്. നല്ലത്, അധികം നല്ലത് എന്നല്ലേ അതിനെ തിരിക്കുന്നത്. ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്.
നമ്മളെല്ലാം ബെസ്റ്റല്ലേ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്ന ദിവസം, അല്ലെങ്കിൽ നിങ്ങൾ മെയ് മാസത്തിൽ കേരളത്തിൽ കുറേ റിസൾട്ടുകൾ വന്നു. കുട്ടികളുടെ വന്നപ്പോ കുട്ടികളുടെയൊക്കെ ആ പ്രതീക്ഷകളും അവരുടെ സന്തോഷവും സന്തോഷക്കുറവുമൊക്കെ എനിക്ക് കാണാൻ പറ്റി. ബെസ്റ്റാ എല്ലാവരും പ്രതീക്ഷിക്കുന്നു. 85% മാർക്ക് കിട്ടിയ ഒരു കുട്ടിയുടെ പേരന്റ് പറയുക തീരെ കുറവാണ്, ഞങ്ങൾക്കൊന്നും അത്രയൊന്നും കിട്ടിയിട്ടില്ല. സത്യം പറയാമല്ലോ, ഞങ്ങൾക്ക് ജസ്റ്റ് പാസ്സായ കൂട്ടരാണ്. 85% കിട്ടിയിട്ട് പോരെന്ന് പറയുന്ന ഒരു കാലമാണ്. അപ്പൊ ബെസ്റ്റിന് വേണ്ടിയുള്ള ഓട്ടമാണ്. എങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവിടുത്തെ 100% ബെസ്റ്റ് അല്ല. അവരോ അധികം നല്ലതിനെ, ബെസ്റ്റ് ബ്രാക്കറ്റിൽ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. അതായത് ദർശനം അവരെ നല്ലതിലേക്ക് നയിച്ചു, അധികം നല്ലതിലേക്ക് നയിച്ചു, ഏറ്റവും നല്ലതിലേക്ക് നയിച്ചു. അപ്പോൾ അവര് ദ ബെസ്റ്റ് എന്ന് പറയാവുന്നത് ഡൽഹി അല്ല, കാശ്മീരല്ല, ബാംഗ്ലൂരല്ല, പിന്നെ ലോകത്തിലുള്ള എല്ലാ പട്ടണവും പറഞ്ഞോളൂ. ദ ബെസ്റ്റ് എന്ന് പറയുന്നത് സ്വർഗമാണ്, ദൈവരാജ്യമാണ്. അതുകൊണ്ട് അവർ ഏറ്റവും നല്ലതിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചു. ഒരെണ്ണം ഏറ്റവും നല്ലതാകുമ്പോൾ മറ്റേതെല്ലാം അതിൻ്റെ താഴെ വരും. ആ ദർശനത്തിലേക്ക് നമ്മെ ദൈവം നടത്തട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.